ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിനായക ചതുർത്ഥിയാണ്. അപ്പോൾ എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ. അപ്പോൾ എല്ലാവരും ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം ഭഗവാനെ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി, അതുപോലെ തന്നെ ജാസ്മിൻ്റെ അത്തറും കൂടെ പൂശിക്കൊടുത്തിട്ട് റെഡിയാക്കി വെച്ചു. അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത്. ഏതൊരു ഫെസ്റ്റിവൽ വന്നാലും അത് ഒരു 2 ദിവസം മുമ്പ് തന്നെ എല്ലാം ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ അത് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ധൃതി പിടിച്ച് ഒരു ഓട്ടപ്രദക്ഷിണം, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. എനിക്ക് എവിടെന്നാ സമയം എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് റീസൺ. 1, നേരത്തെ എഴുന്നേൽക്കുക. 2, ഇതൊക്കെ 2 ദിവസം 3 ദിവസം മുമ്പേ ഒക്കെ തന്നെ ഇതെല്ലാം വൃത്തിയാക്കി നീറ്റായിട്ട് വയ്ക്കുക. ഇപ്പോൾ മുല്ലപ്പൂവിൻ്റെ മണമുള്ള അത്തറാണ് ഞാനിങ്ങനെ പുരട്ടി കൊടുക്കുന്നത്. ഒരു കോട്ടണിലെടുത്തിട്ട് അതെല്ലായിടത്തും ഒന്ന് തൂത്ത് കൊടുക്കുക. ഇത് ഈ പ്രതിമ നനയ്ക്കാൻ പറ്റില്ല. നനയ്ക്കാൻ എനിക്കൊരു ഭയം, അതിൻ്റെ കളറൊക്കെ പോകുമെന്ന്. അതുകൊണ്ട് ഞാൻ നനയ്ക്കാറില്ല. നല്ലപോലെ തുടച്ചെടുത്തിട്ട് ഇതുപോലെ ചെയ്യുകയാണ് പതിവ്. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഒരുക്കി എടുക്കാം. ആദ്യം തന്നെ ഭഗവാന് ധോത്തി ഉടുപ്പിച്ചു. ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ എങ്ങനെ ഉടുപ്പിക്കുന്നതെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെയുള്ള പ്രതിമയിൽ എങ്ങനെയാണ് ചെയ്യണതെന്ന്. അതിന് ശേഷം ഒരു അംഗവസ്ത്രം പോലെ ഇതുപോലെ ഒരു സിൽവർ ഷെയ്ഡുള്ള ധോത്തിയും അതേ ഷെയ്ഡുള്ള ഒരു അംഗവസ്ത്രമാണ് ഇട്ടിരിക്കുന്നത്. ഇതിനൊരു കളറ് കൂട്ടാനാണ് മെറൂൺ മാല, വെള്ളമുട്ടും മെറൂണും കൂടെ ചേർന്ന മാലയും ഈ ഒരു മാലയും ഇട്ട് കൊടുത്തത്. പിന്നെ അതിനുശേഷം കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ ഞാൻ കിരീടമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിൽ ഞാൻ ലാസ്റ്റ് ഇയർ ഒരുക്കിയ വിനായകരാണ്. അപ്പോൾ ഭഗവാന് കിരീടം അന്ന് വെച്ചിട്ടുണ്ടായില്ല. ഇന്നിപ്പോൾ ഞാൻ കിരീടമൊക്കെ വെച്ച് കൊടുക്കുന്നു. പിന്നെ പൊട്ടിന് വരെ ഇതുപോലെ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാനത് മാറ്റുകയും ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ ഇത്തവണ ഞാൻ കൺപീലിയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. നല്ല ഭംഗി തോന്നി അത് വെച്ച് കഴിഞ്ഞപ്പോൾ. ശരിക്കും നോക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇത് ഇന്ന് രാവിലെ വിനായക ചതുർത്ഥിയുടെ അന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ നമ്മുടെ സാധാരണ പൂജാമന്ദിർ വിളക്കൊക്കെ കൊളുത്തി അലങ്കരിച്ചു. അതിനുശേഷം ഞാൻ നേരെ പോയിട്ട് അട, അതുപോലെ കൊഴുക്കട്ട ഇതൊക്കെ ഉണ്ടാക്കാൻ, മോദകമില്ലേ അതൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് പോയത്. അതിനുവേണ്ടി ഞാൻ തേങ്ങയും ശർക്കരയും ഏലക്കായും കുറച്ച് ചുക്കുപൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട്, ഈ മിക്സാണ് അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തത്. 2ലും ഇത് തന്നെയാണ് വെച്ച് കൊടുത്തത്. സമയം ഇല്ലെന്ന് തോന്നി. പിന്നെ അത് വേഗം ഉണ്ടാക്കി തീർക്കുകയാണ് ചെയ്തത്. സാധാരണ അട ഉണ്ടാക്കുമ്പോൾ ഞാൻ അരി അരച്ചിട്ട് ആ മാവ് ഒഴിച്ചിട്ടുണ്ടാക്കും. അത് കുറച്ചും കൂടെ എനിക്ക് എളുപ്പമായിട്ട് തോന്നാറുണ്ട്. ഈ പ്രാവശ്യം പിന്നെ മോദകം ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2ഉം സെയിം മാവ് വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റീമർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വരുമായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇത് വെച്ച് കൊടുത്തു. പിന്നെ മോദകം കൂടെ ഉണ്ടാക്കി അതും ഞാൻ ആ സ്റ്റീമറിൽ തന്നെ വെച്ച് കൊടുത്തു. കാരണം ഓൾറെഡി മാവ് പകുതി വെന്താണ്. അതിനുശേഷം ഞാൻ പൂവിടാനാണ് പോയതും. ഉള്ള പൂവ് വെച്ചിട്ട് ഒക്കെ ഇട്ടു. ഇതിൽ ജമന്തി മാത്രം, വെന്തി എന്നാണ് പറയണതെന്ന് തോന്നുന്നു, അത് മാത്രം കടയിൽ നിന്ന് മേടിച്ചാണ്. ബാക്കിയൊക്കെ വീട്ടിലുള്ളത് തന്നെ. ബാക്കിയെന്ന് പറഞ്ഞാൽ ആകെ നടുക്ക് കനകാംബരമുണ്ട്, പിന്നെ നമ്മുടെ ശംഖുപുഷ്പമുണ്ട്, പിന്നെ കുറച്ച് ഇലയുണ്ട്. അത് മാത്രമേ വീട്ടിലിപ്പോൾ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ടു. അതിനുശേഷമാണ് ഞാനിവിടെ വന്ന് പ്രാർത്ഥനയും പൂജയൊക്കെ ചെയ്തത്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ശേഷമുള്ള ഭാഗമാണ്. അപ്പോൾ ഞാൻ നിവേദ്യമായിട്ട് വെച്ചിട്ടുണ്ട്. മോദകവും അടയും വെച്ചു. അതുപോലെ ദക്ഷിണ, പിന്നെ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഇപ്പുറത്ത് ബേസൻ ലഡ്ഡുവും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ താമരയാണ്, അതും വെച്ചു. കറുക ചുറ്റും വെച്ചിട്ട്, പിന്നെ ഇവിടെ ഞാനൊരു സങ്കല്പത്തിൽ വെച്ചതാണ്. അതായത് കൃഷ്ണനും ബലരാമനും കൂടെ ഭഗവാന്റെ പിറന്നാളിന് കാണാൻ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഞാൻ അഷ്ടമി രോഹിണിക്ക് ഗണേശൻ ആനപ്പുറത്ത് കൃഷ്ണനെ കാണാൻ വന്നതായിട്ട് ഞാൻ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ വർഷം ഗണേശൻ്റെ പിറന്നാളിന് കൃഷ്ണനും ബലരാമനും കൂടെ എല്ലാമായിട്ട് വന്നു. അപ്പോൾ അവരെ സ്വീകരിക്കാനായിട്ട് മഹാദേവനും അതുപോലെ സുബ്രഹ്മണ്യ ഭഗവാനും
കേദാരനാഥ് അമ്പലത്തിൽ നിന്നാണ് ഭഗവാൻ വന്നിരിക്കണേ എന്നുള്ള സങ്കല്പത്തിലാണ് അവിടെ വെച്ചിരിക്കണേ. അപ്പോൾ അതേ നല്ല ചിരിച്ചൊരു മുഖമുള്ള മഹാദേവനാണ്. അപ്പോൾ ചിരിച്ച് സ്വീകരിക്കുകയാണ് ഭഗവാൻ കൃഷ്ണനെയും ബലരാമനെയും. അതുപോലെ തന്നെയാണ് സുബ്രഹ്മണ്യ ഭഗവാനും അടുത്തുണ്ട്. പിന്നെ ഗണേശൻ്റെ വേറെ ആദ്യകാലങ്ങളിൽ ഞാൻ വെച്ചിരുന്ന ഗണപതിയാണ്. അതും ഞാൻ ഇതുപോലെ വെള്ളത്തിലാണ് വെച്ചിരിക്കുന്നത്. വെള്ളമാണ് അതിൻ്റെ അകത്ത്. ഒരു എന്താ പറയണേ, ടെറാക്കോട്ട പോട്ടല്ല, ഒരു ബേസിൻ മാതിരി, അതിലാണ് കണ്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു എലിയാണ്. മോദകവും പിന്നെ വെള്ളം ജലവും ഒക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു എലി. അത് ഭഗവാന്റെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്. അല്ലാതെ ഒരു എലിയെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, കണ്ണ് എന്ത് നോക്കുന്ന പോലെയാണ് ആ കൺപീലിയൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഭഗവാന് മുല്ലമാലയും എരിക്കിൻ പൂമാലയാണ് ചാർത്തിയിരിക്കണേ. അതുപോലെ തന്നെ കറുകയും വെച്ചിട്ടുണ്ട്. ഇവിടെ ആ വെള്ളത്തിൽ കിടക്കുന്നത് ജമന്തിപ്പൂക്കളാണ് ഫ്ലോട്ട് ചെയ്ത്. അതിൻ്റെ തൊട്ടടുത്തൊരു പശുക്കുട്ടിയുണ്ട്. ഇവിടെ ഭഗവാന്റെ ഞാൻ ഉണ്ടാക്കിയ കളിമൺ, ഇത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്, പാറപ്പുറത്ത് ഭഗവാൻ ഇരിക്കുന്ന പോലെ. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയ കളിമൺ ഗണപതിയുടെ അടുത്തിരിക്കുന്നത് നമ്മുടെ അമ്മയായ പാർവതി ദേവിയാണ് ഇരിക്കുന്നത്. പിന്നെന്താ, ആനകളൊക്കെ വരവേറ്റിങ്ങനെ നിൽക്കുകയാണ്. അപ്പം അത്ര ഉത്സവ പ്രതീതിയായിട്ടാണ് ഞാനിവിടെ വച്ചിരിക്കുന്നത്, അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഇതാണ് ഫുൾ വ്യൂ. പൂജാമന്ദിറിൻ്റെ തൊട്ടടുത്താണ് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.